എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഹെൽത്തി പലഹാരമാണ്. ഇത് നമ്മൾ മില്ലറ്റ് പൗഡർ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയതും 5-6 ഏലക്കയും 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഈ ഒരു സമയത്ത് ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ഈ ഒരു ചതച്ച ചേരുവകൾ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 കപ്പ് അളവിലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ മില്ലറ്റ് പൗഡറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ മില്ലറ്റ് പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പൊടി നല്ലപോലെ വെന്ത് ഒന്ന് കട്ടിയായിട്ട് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും പൊടി നല്ല കട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ പൊടിയൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് പൊടിക്ക് വെള്ളം കൂടി പോവാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. പലഹാരത്തിന് നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് മാവ് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് ഷേപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ആവി വരുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചു കൂടി എടുക്കാം. എല്ലാ ബോൾസും നല്ലതുപോലെ ഉരുട്ടി ഷേപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 10 മിനിറ്റിന് ശേഷം വെന്ത് വന്നിട്ടുള്ള ഈ ഒരു ഹെൽത്തി പലഹാരം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് പുഴുങ്ങുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.